സ്നേഹമുള്ളവരെ, നമ്മളെ എല്ലാവരെയും എപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ കുമ്പസാരിക്കുന്നു. കുമ്പസാരം കഴിഞ്ഞ ആദ്യത്തെ 2 ദിവസം നമ്മൾ വളരെ തീക്ഷ്ണതയോടുകൂടി ജീവിക്കുന്നു. വീണ്ടും നമ്മൾ പാപത്തിലേക്ക് വീഴുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ഇങ്ങനെ കുമ്പസാരിക്കുന്നു, പാപം ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു. ഇതെപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയൊരു വിശുദ്ധയാണ് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ. വിശുദ്ധ ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ആത്മകഥയിൽ പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ മഗ്ദലേന മറിയത്തെയൊക്കെ ദൈവം ഒരു പ്രാവശ്യമേ വിളിച്ചുള്ളൂ. അവർ ആ വിളിക്ക് വിശ്വസ്തരായി ജീവിച്ചു എന്ന്. പക്ഷെ തനിക്ക് മാത്രം അങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ളത് ത്രേസ്യയെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തിയ കാര്യമാണ്. എന്നിട്ട് അവസാനം ത്രേസ്യ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ കണ്ടെത്തിയ 2 കാര്യങ്ങളുണ്ട്. അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തേത്, നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ചില ചെറിയ ചെറിയ ലഘുവായ പാപങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്ന് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ പറയും. സാധാരണ രീതിയിൽ നമ്മൾ മാരകപാപം ചെയ്താൽ കുറ്റബോധം കൊണ്ട് നമ്മൾ പെട്ടെന്ന് കുമ്പസാരിക്കും. അതേസമയം ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതെന്തിനു കുമ്പസാരിക്കണം എന്നുള്ള ചിന്ത വരും. അത് സ്വാഭാവികമായും നമുക്കുള്ള വീഴ്ചയുടെ തുടക്കമാണെന്ന് ത്രേസ്യ നമ്മളെ ഓർമ്മപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം വിവേകശൂന്യമായ ശുഷ്കാന്തിയാണ്. നമ്മളൊരു ധ്യാനത്തിനൊക്കെ പങ്കെടുത്തതിന് ശേഷം നമ്മൾ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. വെളുപ്പിന് എണീറ്റ് പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും ഉപവസിക്കണം, ഇങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷേ ത്രേസ്യ പറയും, ആത്മീയ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് ചെറിയ ചെറിയ തീരുമാനങ്ങൾ ആദ്യം എടുത്ത് പതുക്കെ പതുക്കെ വളരുക എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ 2 കാര്യങ്ങളും. ഒന്ന്, നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മളെപ്പോഴും ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. പ്രത്യേകിച്ച് നിസ്സാരവൽക്കരിക്കുന്ന പല തെറ്റുകളെയും നമ്മൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ. രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്ത് പരിശീലിക്കുക, പിന്നീട് വലിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സ്ഥിരതയോടുകൂടി വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ്.